വെൽക്കം ടു ശ്രീസ് വെഞ്ചേഴ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് കോഴിക്കോട് പാരഗൺ ഹോട്ടലിലെ കോഴിക്കോട് ബിരിയാണി അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ വീട്ടിൽ ഇത് പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പം നല്ല ആ ഒരു സെയിം ടേസ്റ്റ് എനിക്ക് കിട്ടിയപ്പം അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിനാദ്യം നമ്മൾ വീട്ടിൽ തന്നെ ഒരു ബിരിയാണി മസാല തയ്യാറാക്കിയെടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന മസാലയ്ക്ക് ആ ഒരു ഫ്ലേവറും ടേസ്റ്റും കുറവായിരിക്കും. അപ്പം ഇങ്ങനെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാത്രം സ്റ്റവ് ബോട്ട് മസാല യൂസ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ സിനമൺ സ്റ്റിക്സ് ഇടുക. അത് ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ടുള്ളതാണ്. പിന്നെ ഒരു 10 തൊട്ട് 12 വരെ ഗ്രാമ്പൂ, സ്റ്റാർ അനൈസ് ഒരെണ്ണം, 2 ഏലക്ക, പിന്നെ ജാതിപത്രി 2 ചെറുത്, ബേ ലീവ്സ് 3 ചെറുതിട്ടിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകം 2 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, ഷാജീര 1 ടീസ്പൂൺ. ഇത്ര ഇട്ടിട്ട് ചെറിയ തീയിൽ ഒരു 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചെറിയ തീയിലും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതൊരു നല്ലൊരു സ്മെല്ല് വരുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞ ശേഷം നമുക്ക് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനിയും ബിരിയാണിക്ക് വേണ്ട ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഷാലോ ഫ്രൈ അല്ല, ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യണം. അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അത് നല്ലപോലെ എണ്ണ ഒഴിച്ചിട്ട് ഒരു 2 വലിയ ഉള്ളി ഭയങ്കര തിന്നായിട്ട് സ്ലൈസ് ചെയ്തതാണ്. അതൊരു 2-3 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടിട്ട് ഓവർ ക്രൗഡ് ചെയ്യരുത്. അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. ആദ്യം ഒന്ന് എണ്ണയിൽ മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. അത് എടുത്തിട്ട് ഒരു പേപ്പർ ടവലോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലോ ഇട്ട് എണ്ണ ഇങ്ങനെ കെട്ടി നിൽക്കാത്ത പോലെ സ്പ്രെഡ് ചെയ്തിടുക. അല്ലെങ്കിൽ അത് ഭയങ്കര ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. ബാക്കിയുള്ള ബാച്ചും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് മുന്നത്തെ പോലെ തന്നെ സ്പ്രെഡ് ചെയ്തിടാം. ഇപ്പം എന്താണ് ഫുൾ ഉള്ളി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എല്ലാം. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കാഷ്യൂവും റേസിൻസും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുത്ത് ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പം എണ്ണയിൽ നിന്ന് മാറ്റാം. അത് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ റേസിൻസ് ഇട്ട ഉടനെ തന്നെ ഒന്ന് ഇളക്കി എടുക്കാം. അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒന്ന് പഫായി വരുമ്പം അത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇനി ബിരിയാണിക്ക് വേണ്ട മസാല പേസ്റ്റ് റെഡിയാക്കാം. ഇതിലേക്ക് നമ്മൾ അത്ര മസാല പൗഡേഴ്സ് ഒന്നും ഇടുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 വെളുത്തുള്ളി. ഇവിടുത്തേത് വലിയ വെളുത്തുള്ളിയാണ്. ചെറുതാണെങ്കിൽ ഒരു ബൾബ് വരെ എടുക്കാം. പിന്നെ ഒരു 10 തൊട്ട് 12 വരെ പച്ചമുളക്. ഇത്രയും കൂടെ എടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ട മസാലപ്പിനുള്ള ഐറ്റംസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് വലിയൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 4 ഒനിയൻ ഞാൻ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് മസാല പേസ്റ്റ് നമ്മളിപ്പോൾ റെഡിയാക്കി ചെയ്തിട്ട് കൊടുക്കാം. ഇത് നമ്മൾ അധികം ഇങ്ങനെ സോട്ട് ചെയ്തൊന്നും എടുക്കുന്നില്ല ഉള്ളിയൊന്നും. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി.
അതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, ഉപ്പ് 1 ടീസ്പൂൺ, അത് വേണമെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇപ്പം നമ്മൾ പൊടിച്ചെടുത്ത ഗരം മസാല 2 ടീസ്പൂൺ. ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുന്നേ പറഞ്ഞ പോലെ നമ്മൾ അധികം ഇങ്ങനെ അടുപ്പിലിട്ട് വഴറ്റിയൊന്നും എടുക്കാത്തതുകൊണ്ട് നമ്മൾ നല്ലപോലെ കൈയിട്ടൊന്ന് സ്ക്വീസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനകത്ത് ആ ജ്യൂസസ് ഒക്കെ ഒന്ന് പുറത്ത് വരുന്ന പോലെ നല്ലപോലെ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത്. അപ്പോൾ നമുക്ക് അധികം അങ്ങനെ ഒത്തിരി സമയമിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻ എടുക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യിൽ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ല ടേസ്റ്റി. അതിലേക്ക് ഇപ്പം മിക്സ് ചെയ്ത് വെച്ച ഉള്ളിയുടെ ആ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി അത് ചെറുതായിട്ടൊന്ന് ചൂടാകുന്നവരെ, ആ നെയ്യിലിട്ടൊന്ന് നെയ്യ് കിടന്നൊന്ന് ചൂടാകുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് ഒന്ന് സോട്ടേ ചെയ്യാം. ഇപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഉള്ളി മസാല എല്ലാം കൂടെ ഒന്ന് കുക്കാവുന്നവരെ 10 മിനിറ്റ് മതിയാവും. 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. തടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഉള്ളിൽ നിന്ന് നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ അടി പിടിക്കില്ല. ബട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ മസാലയൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ആ മസാലയുടെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കിലോ ചിക്കൻ, എല്ലോട് കൂടിയുള്ള ചിക്കൻ മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം മസാലയുടെ കൂടെ. ഒരു 1-2 മിനിറ്റ് ഒന്ന് സോട്ടേ ചെയ്യാം. ഇതിലേക്ക് 1 കപ്പ് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ പുതിനയില, രണ്ടും കൂടി ഇട്ടിട്ട് ഈ മസാലയുടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചൊരു 20-25 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കൻ നല്ലപോലെ വേവുന്നവരെ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇതിപ്പം 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇപ്പം കുറച്ച് വെള്ളം കുറച്ചുകൂടെ ഉണ്ട്. അതൊന്ന് നമുക്ക് തുറന്ന് വെച്ച് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്ത് ആ വെള്ളം ഒന്ന് റെഡ്യൂസ് ആകുന്നവരെ തുറന്ന് വെച്ച് ഇനി കുക്ക് ചെയ്യാം.
ഇനി വെള്ളം റെഡ്യൂസ് ആവുന്ന സമയത്ത് നമുക്ക് ഇനി അരി പ്രിപ്പയർ ചെയ്യാം. അരി ലാസ്റ്റ് ഈ ചിക്കൻ പ്രിപ്പയറായി വരുന്ന സമയത്ത് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് കട്ട പിടിക്കില്ല. ഈ ബിരിയാണിക്ക് ജീരകശാല അല്ലെങ്കിൽ കയമ അരി ആയിരിക്കും ബെസ്റ്റ്. അപ്പം 4 കപ്പ് അരി എടുക്കുന്നതിന് 6 കപ്പ് വെള്ളം അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അരി ഫസ്റ്റ് ഉണ്ടാക്കുന്നതിന് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യും 3 ടേബിൾ സ്പൂൺ എണ്ണയും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ഗ്രാമ്പും 3 ഏലക്കയും കുറച്ച് 2-3 ബേ ലീവ്സ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് സോട്ടേ ചെയ്യാം. അതിലേക്ക് പകുതി ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റ് ഷെയ്ഡ് ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള കണക്കിന് 4 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത്. അതിന് 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന പോലെ ഇട്ട് കൊടുക്കുക. അപ്പം വെള്ളത്തിൽ നിന്ന് ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, എന്നാലേ അരി ഇടുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. ഇനി അടച്ച് വെച്ച് വെള്ളം ഒന്ന് നമുക്ക് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി എടുത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇതിനെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ കറക്റ്റ് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും വെള്ളം ഗ്രേവി ഇരുന്നാൽ കുഴപ്പമില്ല. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഒനിയൻ എൻ്റെ ഒരു പകുതി എടുത്ത് പൊടിച്ച് ഇട്ട് കൊടുക്കാം. അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ആ മസാലയൊക്കെ നമുക്ക് ആ ഉള്ളി പൊടിച്ചോട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ചിക്കൻ കറക്റ്റ് വെന്തിരിക്കുന്നതുകൊണ്ട് ഒത്തിരി കട്ടിക്ക് ഇളക്കരുത്, ചിക്കൻ ഉടഞ്ഞു പോവും. അപ്പം കറക്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനിയും കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അരി കറക്റ്റ് വെന്തിട്ടുണ്ട്. അരി വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് റെഡിയാക്കി വയ്ക്കാം. അതിന് നെയ്യ് 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ബിരിയാണി മസാല 1 ടീസ്പൂൺ, പിന്നെ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻ അതിൻ്റെ ബാക്കി പകുതി എടുത്ത് വയ്ക്കാം, അത് ദം ചെയ്യുമ്പം ഇടാനായിട്ട്. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂസ് ആൻഡ് റേസിൻസ്. കൂടെ തന്നെ ലെയറിലിടാനായിട്ട് ആവശ്യത്തിന് മല്ലിയിലയും പുതിന ഇലയും കൂടെ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയും റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ദം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബിരിയാണി പോട്ട് നോൺ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഐറ്റംസും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ മസാലയുടെ നേർപകുതി ഫസ്റ്റ് ലെയറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ടോട്ടൽ 2 ലെയറാണ് ദമ്മിനിടുന്നത്. അപ്പം നേർപകുതി ചിക്കൻ മസാല നമുക്ക് ഫസ്റ്റ് ലെയറിൽ ഏറ്റവും താഴെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് കുക്ക് ചെയ്ത് വെച്ച റൈസ് നേർപകുതി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് എല്ലാം കറക്റ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് നമ്മൾ എടുത്തു വെച്ച നെയ്യുടെ പകുതി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഗരം മസാല എടുത്ത് വെച്ചതിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച റോസ് വാട്ടറിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും മിക്സിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക.
മല്ലിയിലയും പുതിനയിലയും അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂം റീസിൻസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ബാക്കിയുള്ള ചിക്കൻ മസാല ഫുൾ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഫുൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ ബാക്കിയുള്ള റൈസ് ഫുൾ ഇടാം. പിന്നെ നമ്മൾ മുന്നേ എടുത്ത് വെച്ച ഓനിയൻ ഫ്രൈ ചെയ്തത് ബാക്കി ഫുൾ ഇട്ട് കൊടുക്കുക. പിന്നെ കൊറിയാണ്ടർ ലീവ്സും പുതിന ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കി വെച്ച നെയ്യും ഗരം മസാലയും റോസ് വാട്ടറിൻ്റെ മിക്സും അതങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മേലെ കാഷ്യൂം റേസിൻസും കൂടി ഇട്ട് അങ്ങനെ ദം റെഡിയായി. നമ്മൾ ദം വെക്കുമ്പോൾ അതിൻ്റെ ആവി പുറത്തു പോകാതിരിക്കാനായിട്ട് ഒരു അലുമിനിയം ഫോയിൽ ഇട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഒട്ടും ആവി പുറത്തു പോകാത്ത പോലെ നല്ലതായിട്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ മേലെ അടപ്പ് വെച്ച് ടൈറ്റായിട്ട് കവർ ചെയ്യാം. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 25 to 30 മിനിറ്റ്സ് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ എത്രയും ലോ ആക്കാമോ അത്രയും ലോ ആയിട്ട് വയ്ക്കുക. ഇനി ബർണറിന് തീ കൂടുതലാണെങ്കിൽ ഒരു തവയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ബിരിയാണി പോട്ട് വെച്ചാൽ മതി. ഒത്തിരി ഫ്ലെയിം ഡയറക്റ്റ് അടിച്ചാൽ ചിലപ്പോൾ അടിയിൽ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും ലോ ആയിട്ട് വയ്ക്കുക. ഇപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ദം ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാ ഫ്ലേവറും കൂടി നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്ക് ഇടയിലെ ലെയറിലുള്ള മസാലയും റൈസും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബിരിയാണി വിളമ്പുമ്പം ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 പീസ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ആവശ്യമുള്ളത്രയും റൈസും ഇട്ട് ഒന്ന് ലെവൽ ചെയ്യുക. എന്നിട്ട് അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടും നമുക്ക്. അങ്ങനെ നല്ല കിഡിലൻ കോഴിക്കോട് പാരഗൺ സ്റ്റൈൽ ബിരിയാണി ഇവിടെ റെഡിയാണ്. നല്ലൊരു ഉഗ്രൻ മണമാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.